അവക്ക് ഇങ്ങോട്ട് വരാനല്ലേ സമയമില്ലാത്തുള്ളൂ. ബാംഗ്ലൂർ കറങ്ങി നടക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ഇന്നെന്നെ ചെന്നൈയിൽ നിന്ന് റിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ദിവ്യയും തമ്മിൽ എന്താണ് പ്രശ്നം എന്നറിയാൻ. ഞാനിപ്പോൾ അവളെ വിളിക്കാറില്ല, നമ്മൾ നാട്ടിൽ പോവാറില്ല. ഞാനെന്തോ ചേട്ടനെ സാരിത്തുമ്പ് കെട്ടിയിട്ടിരിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവളുടെ ചേട്ടന്റെ ഭാര്യയല്ലേ. അത്രേ ഉള്ളോ? ഞാൻ അവളെ വിളിച്ച് പറഞ്ഞോളാം. നീ ഒന്ന് റെഡിയാവും, നമുക്ക് പാർട്ടിക്ക് പോവാം. ഞാൻ വരുന്നില്ല, എനിക്ക് വയ്യ അവിടെ ഒരുങ്ങി കെട്ടി വന്നിക്കാൻ. സ്വാതി പ്ലീസ്, ആനുവൽ ഡേ ഫംഗ്ഷനാണ്. ഞാൻ നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടി പറയാതിരുന്നതാ. സർപ്രൈസ് അനിയത്തി വന്ന് തന്നല്ലോ. സർപ്രൈസ് എല്ലാവരും നിന്നെ പരിചയപ്പെടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ അവരോടൊക്കെ എന്ത് പറയും? ഞാൻ വരുന്നില്ല, അത് തന്നെ. നീ വരാതെ പിന്നെ ഞാനെങ്ങനെ ഒറ്റയ്ക്ക് പോവും? എങ്ങനെയാലും പോകും. ഈ ദിവ്യയുടെ ഒരു കാര്യം, ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ. നീ വന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇതിനൊന്നിനും പോരായിട്ട് അതിൻ്റെ ഇടയിൽ അലമാരയും കൂടെ. ഇനി എന്റെ അലമാരിൽ എന്തെങ്കിലും വെക്കാൻ ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം ഞാൻ. ഓ ദൈവമേ, കൈയും കാലും ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും കാണാനും കേൾക്കാനും നിൽക്കാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടി രക്ഷപ്പെടാമായിരുന്നു. പ്രസാദേ, ഞാൻ വരുന്നില്ലടാ. ഒന്നുമില്ല, സ്വാതിക്കൊരു തലവേദന. ഓക്കെ ശരി. എന്നാ ശരി, ഞാൻ പോയിട്ട് വിളിക്കാം. ഹലോ. ആ പറയടാ. നാളെ രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ ചെല്ലണം ഡോക്യുമെന്റ്സുമായിട്ട്. നാളെയോ? അതെ വക്കീൽ വിളിച്ചിരുന്നു. നാളെ കാലത്ത് ഹിയറിംഗ് ഉണ്ടെന്ന് സ്റ്റേഷനിൽ. ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് നാളെ 10 മണിക്ക് എത്തണം രാവിലെ. 10 മണിക്ക് അതെടുത്ത് പോലീസ് സ്റ്റേഷൻ ചെല്ലാന്ന് പറ. നാളെ 10 മണിക്ക്. ഇനി എന്റെ അലമാരിൽ എന്തെങ്കിലും വെക്കാൻ ഇങ്ങോട്ട് വാ. ഇല്ല, നീ വിഷമിക്കില്ലേ, നമുക്ക് പുതിയ അലമാര വാങ്ങിക്കാം. എടാ, പുതിയ അലമാര മേടിച്ചതിനകത്ത് ഡോക്യുമെന്റ്സ് കാണോ? പിന്നെ ഇവിടെ ഒന്നും മേടിച്ചതിന്റെ തന്നെ പ്രശ്നം തീർന്നിട്ടില്ല. അതിന്റെ ഇടയിൽ പുതിയൊരു അലമാര. പിന്നെ നമുക്കിത് കുത്തി പൊളിച്ചൂടെ? എന്നാ പൊളിക്ക്. അരുണേ, നീ പറഞ്ഞില്ലാതെ വേണേ ഞാൻ കുത്തി പൊളിക്കാൻ പോവാ. എന്നാ പോയി കുത്തിപ്പൊളിക്ക്. അല്ലെങ്കിൽ തന്നെ ഈ അലമാര പ്രശ്നമാണ്. ഇനി നീ കുടുംബകലം ഉണ്ടാക്കല്ലേ. ഞാൻ കടയിലേക്ക് വിളിച്ചിട്ടാ. അയാൾ പറഞ്ഞ അയാളുടെ കടയിൽ നിന്ന് മേടിച്ചാണെങ്കിൽ അയാളൊന്ന് നോക്കാം, അല്ലെങ്കിൽ ചുമന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ. ഒന്ന് പോടാ അവിടെ. എന്താ പിന്നെ ഇനി ഞാൻ ചുമന്നോണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ. അവിടെ നിങ്ങോട്ട് കയറിക്കൊണ്ട് വന്ന പാട് നിനക്ക് അറിയാമല്ലോ. എന്നെ കൊണ്ട് വരില്ല എന്നെ കയറ്റാനും ഇറക്കാനൊന്നും. നീ പോയി ആ മരപ്പണിക്കാരനെ വിളിച്ചോണ്ടോ. എവിടുന്ന് കൊണ്ടുവരാ? പിന്നെ ഇത്രയും നാളായിട്ട് മരപ്പണിക്കാരെ ഒന്നും അറിയാൻ പാടില്ല ബാംഗ്ലൂർ. എടാ, നീ ആരെങ്കിലും വിളിച്ചോണ്ടൊന്ന് വാ. എന്റെ പൊന്നു ചേട്ടാ, ഞാനെന്ത് വിശ്വസിച്ചാണ് ഒരു വീട്ടിൽ വന്നിട്ട് ആളമാരിന്റെ പൂട്ടൊക്കെ തച്ചു വിളിക്കുന്നത്? എന്റെ പൊന്നു ചേട്ടാ, വൈഫ് സ്ഥലത്തില്ലാത്തോണ്ടാ. ഇവന്റെ ആഹാ, അത് ശരി. നിങ്ങളെ ഭാര്യ വീട്ടിലില്ലാത്തപ്പോ ഞാൻ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ വീട്ടിൽ വന്ന് നിങ്ങളെ ഭാര്യയുടെ അളമാരി കുത്തിപ്പൊളിച്ചിട്ട് നിങ്ങൾ മുതലടിച്ച് മാറ്റി അവസാനം കർണാടക പോലീസിന്റെ അടി ഞാൻ മേടിച്ചോട്ടെ എന്നല്ലേ? ആണാ? ചേട്ടാ, ഒന്നുമില്ലെങ്കിലും നമ്മള് മലയാളികളല്ലേ? ആണല്ലോ. വിട്ടോ, വിട്ടു പൊക്കോ. എടാ, ഒരു പണിയണ്ടാ. എന്ത്? നമ്മുടെ പെണ്ണുങ്ങളെ തലമുടിയിൽ മറ്റേ ഷാമ്പു മറ്റേ കുത്തൂലേ, ഇയർബഡ്. എടാ സ്ലൈഡ്, അതുണ്ടെങ്കിൽ ഒരു പണിയും കൂടെ എടുത്താം. താക്കോലെടുത്ത് കൈ തന്നാ പോലും തുറക്കാൻ കഴിവില്ലാത്ത നീ ഒരു സ്ലൈഡ് കൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു? ചുമ്മാ ഷോ കാണിക്കാതെ വേറെ പണി നോക്ക്. പോടാ. ഡാ, ഈ സ്വാതന്ത്ര്യം കീ കൊണ്ടുപോയെന്ന് പറഞ്ഞത് എല്ലാം കൂടെ അവളുടെ ബാഗിലിട്ടങ്ങ് കൊണ്ടുപോയതാ. സ്പെയർ കീ എന്റെ വീട്ടിലാണെന്നാണ് അവളുടെ അമ്മ പറയുന്നത്. എന്റെ അമ്മ പറയുന്നത് എന്റെ കയ്യിലാണ്. ഞാൻ എന്ത് ചെയ്യും? ഈ തല്ലിപ്പൊളിക്കേണ്ട ഒരു കേട്ടാ. നീ അത് ബസ്സിനെങ്ങനെ കൊടുത്തുവിടാൻ പറ. പാതിരാത്രിക്ക് ബോംബെന്ന് ബസ്സിന് നടന്നു തന്നെ. എന്തൊക്കെ പറഞ്ഞാൽ ആ പൂട്ട് വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് വലിയ പ്രശ്നമാവേ. എടാ, നാളെ ഡോക്യുമെന്റ്സ് കൊടുത്തേ പറ്റുള്ളൂ, ഞാൻ പറഞ്ഞേക്കാം. ഏത് പൂട്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ തുറക്കാൻ പറ്റുന്ന ഒരു കള്ളൻ? ഏത് കള്ളൻ? അതാണല്ലോ നമ്മൾ കണ്ടുപിടിക്കണ്ടേ. നീ ഒന്ന് എടാ, ഈ അലവലാതെ എവിടെയെങ്കിലും ഒന്ന് പൂട്ടിയിട്ട്. അതാകുമ്പോ മുറുക്കാൻ പോയി തുറക്കുന്ന പോലെ ഈസി ആയിട്ട് അവർ തുറന്നു തരും. ഇവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. കാര്യം? എന്ത് കാര്യം? പൊട്ടനത് വിശ്വസിച്ച നമ്പറൊക്കെ മാറിയാന്ന് മാറി. ഹലോ, ഞാൻ ജസ്റ്റിനാ. എടാ തൊരപ്പൻ, അത് തന്നെ മനസ്സിലായ? എടാ, നിന്റെ പരിചയത്തിലേ വല്ല കള്ളന്മാരും വല്ലതും ഉണ്ടാ? വേറെ പ്രശ്നമൊന്നുമില്ല, ഒരു പൂട്ട് വിളിക്കാൻ വേണ്ടിയാ. മലയാളിയാണ് ബെസ്റ്റ്.
പിന്നെ വിശ്വസിക്കാൻ പറ്റിയൊരു കള്ളനായിരിക്കണം അല്ലേ? വിശ്വസിക്കാൻ പറ്റിയൊരു കള്ളനോ? എന്റെ സ്വന്തം പേരറിയാൻ പാടില്ല, ഏറ്റ പേരറിയാം. വിശ്വസിക്കാൻ പറ്റുന്നൊരു കള്ളൻ. എന്ത് കള്ളൻ? വിശ്വസിക്കണ്ടേ? മലയാളി അവള് പോയിട്ട് മനസമാധാനമായിട്ട് അടിക്കാന്ന് വിചാരിച്ച് മേടിച്ചു വെച്ചാ ഇനിയിപ്പോ മനസമാധാനം പോയതിന്റെ പേരിൽ അടിക്കാം. വന്നിട്ട് സാധനം. ഹലോ, ആ ലിഫ്റ്റ് വഴി 10B2. ആ ഓക്കെ ഓക്കെ. ആ ദേ നമ്മുടെ കള്ളം വന്നു. ഇപ്പൊ ലിഫ്റ്റ് വഴി മുകളിലേക്ക് വരും. സെക്യൂരിറ്റി വിളിച്ചൊരു കള്ളം വന്നോട്ട് കയറ്റി വിടാൻ പറ. വേഗം പറ. ഇല്ലേ? എവിടെ പോയി? ഹലോ. ഫ്ലാറ്റ് നമ്പർ 10 ബി. ഓ വേറെ സ്ഥലമാറാ. ഇത് ഓൾഡ് മോഡൽ പൂട്ടാണ് സാറേ. ഇത് തുറക്കാൻ കുറച്ച് ക്യാഷ് കൂടും. സ്റ്റെപ്പ് 1, ഓപ്പൺ ദി ബോക്സ്. അല്ല, വെള്ളം ചേർക്കാറില്ലേ? ടൈം കിട്ടാറില്ല ചേട്ടാ, ഇത് ബ്രാൻഡ് അങ്ങനൊന്നുമില്ല, എന്ത് കുത്തിക്കയറ്റും. അതെല്ലേ, ഭീകരം. ഇതാണ് സ്ഥിര യൂണിഫോം. അതെ, രാത്രി കാലങ്ങളിൽ ഞങ്ങളെ ആരും കാണരുത്. അപ്പൊ ഈ വെള്ളട്ടയ്യോ? ബ്ലാഡി ഫുൾ. എനിക്ക് എന്നെ കാണണ്ടേ? ഇതാരാ കൂട്ടുകാരാ? അല്ല, മഹാദുരന്തം. എല്ലാവരും ഒന്ന് പുറത്തിറങ്ങി നിൽക്കൂ. ഞങ്ങൾ എന്തിനു പുറത്തിറങ്ങണം? ഞങ്ങളുടെ തൊഴിൽ ആൾക്കാർ കാണുകയെ ചെയ്യാൻ പാടില്ല സാർ. ഐ ആം റിവറി സോറി. എല്ലാവരും ചുറ്റും കൂടി നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ ജോബ് എനിക്ക് വേണ്ട സാർ. ഐ ആം എ ക്യൂർ. പ്ലീസ്. ഒരു മണിക്കൂർ നിങ്ങൾ പുറത്തിറങ്ങി നിന്നാൽ മതി. ഞാൻ ന്യൂട്രലിൽ തുറന്നിട്ടങ്ങ് പൊക്കോളാം പ്ലീസ്. അല്ല, ആയിക്കോട്ടെ. വേഗം പറ സാറേ, എനിക്ക് വേറെ ലൊക്കേഷനിൽ റിലാക്സ്. ആ വാച്ച് അവിടെ ഇരുന്നോട്ടെ സാർ. പുറത്തിരിക്കണമെന്നും ഞങ്ങൾ എടുക്കാറില്ല. ലൈറ്റ്സ് ഓഫ്. സ്റ്റെപ്പ് 2, ഓപ്പൺ ദി ലോക്ക്. കള്ളന്മാർക്ക് ഒരു എത്തിക്സ് ഉണ്ട്. അവൻ ലൈറ്റ് ഓഫ് ആക്കി കണ്ട. എന്റെ നാട്ടിൽ എത്തിക്സ് ഉള്ള ഒരു കള്ളനുണ്ടായിരുന്നു. മോഷണത്തിനിടയിൽ ഒരു ചേച്ചി അടിച്ചു വന്നിട്ട് ഇപ്പൊ സെൻട്രൽ ജയിലില്. എത്തിക്സ് കൂടിയാലും കുഴപ്പമാണ്. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കുറെ നേരമല്ലോ. എന്റെ അലമാരയ്ക്ക് വല്ലതും പറ്റിക്കാണോടാ? എടാ, അദ്ദേഹത്തിന്റെ ടൂൾ കിട്ടും ആറ്റിറ്റ്യൂഡും ആ പ്രൊഫഷണലിസവും കണ്ടറിയാം. അലമാര തുറക്കാതെ തന്നെ നമുക്ക് സാധനം കൈ കിട്ടും. അല്ല, ഞാൻ അവനെ വിളിച്ചത്. നിന്റെ അലമാരയ്ക്ക് ഒരു പോറൽ പോലും പറ്റില്ല. കാണാം. ആഠ്യത്യമുള്ള ആളാ. ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കുറച്ച് നേരമല്ലേ, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഞാൻ വരും. എടാ പ്രസാദ്, ലൈറ്റ് ഒന്നുണ്ട്. ലൈറ്റ് ഇട്. ശ്രദ്ധിച്ച്. ആ കുള്ളനോട്. കള്ളൻ എവിടെ? എടാ അവൻ എവിടെ? എനിക്കെന്തറിയാം. പൊളിച്ച് സ്വാതിയോട് എന്ത് പറയടാ? മാറാ, ഇത് ഞാൻ. അങ്ങനെ പണി നടന്നാ? നമുക്ക് വേറെ പൂട്ട് വാങ്ങിച്ചു കൊടുക്കാം. അതിനുള്ളിൽ മൊത്തം